അപ്പോൾ ആരെങ്കിലും വന്ന് അശ്വിനോട് പറയാ സാറ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അശ്വിൻ്റെ മൈൻഡിൽ വരേണ്ടതാണ് ആദ്യത്തെ 100 കമ്പനികളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ 100 കമ്പനി ഒരുമിച്ചല്ല, അവർക്ക് ഇഷ്ടമുള്ള 100 കമ്പനികളിൽ. ആവശ്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ അശ്വിൻ്റെ ഏജിന് വേണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള അശ്വിൻ 25 വയസ്സല്ലേ ഉള്ളൂ, കുറച്ച് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അശ്വിൻ ആ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ആ ഒരു ട്രസ്റ്റ് അല്ല, കമ്പനികൾ വലിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ചിലപ്പം ചില സ്മോൾ ബിൽഡേഴ്സ് ഉണ്ട്, അവർ ചിലപ്പോൾ ചീപ്പ് റേറ്റ് തരും, ചിലപ്പോൾ നല്ല സക്സസ്ഫുള്ളും ആയിരിക്കും. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആവുക. അപ്പം നമ്മുടെ കൺഫ്യൂഷൻ മാറ്റിയിട്ട് അപ്പോൾ പറയും സാറേ ഇതാണ് കുറച്ചുകൂടെ ബൈബിൾ, ഇന്ന റീസൺ കൊണ്ട് ഇതാണ് നല്ലത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഈ റിയൽ എസ്റ്റേറ്റിലും ഉണ്ട്, ഫൈനാൻഷ്യൽ സർവീസിലും ഉണ്ട്, ഫാർമസ്യൂട്ടിക്കലുണ്ട്, നമ്മുടെ ഹെൽത്തിലും ഉണ്ട്. എത്ര ഹോസ്പിറ്റലുണ്ട് എന്തുകൊണ്ട്? അപ്പോൾ ഒറ്റ ഹോസ്പിറ്റലിൽ പോരാ, എന്തിനാ ഒത്തിരി ഹോസ്പിറ്റൽ? ഓരോ സെഗ്മെൻറ്റിൽ ഓരോരുത്തരുണ്ട്. അവിടെ പോയിട്ട് നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റീസെൻ്റ്ലി മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഇന്ന് സെർച്ച് ചെയ്തപ്പോൾ കേട്ടതാണ്, കുറേ ലാർജ്, മീഡിയം, സ്മോൾ ക്യാപ്പ് അങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റി അറിയും. അപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ്, നമുക്ക് ആക്ച്വലി ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് മ്യൂച്വൽ ഫണ്ടിലുള്ളത്, അല്ലെങ്കിൽ അത് ഏതൊക്കെയാണ് ഏറ്റവും നല്ലത്? എല്ലാം നല്ലതാണ്. പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കീംസ് ആണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പൊതുവെ അറിയപ്പെടുന്ന ഒരു പേരാണ്. അതിൽ ഇഷ്ടം പോലെ സ്കീംസുകൾ അവൈലബിൾ. നോർമലി 5 സ്കീമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലാർജ് ക്യാപ്പ്. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനികൾ എന്ന് പറയും. അടുത്ത മിഡ് ക്യാപ്പ് 101 to 250. പിന്നുള്ളത് സ്മോൾ ക്യാപ്പ് 250 മേളിൽ. അപ്പോൾ ആരെങ്കിലും വന്ന് അശ്വിനോട് പറയാ സാറ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അശ്വിൻ്റെ മൈൻഡിൽ വരേണ്ടതാണ് ആദ്യത്തെ 100 കമ്പനികളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ 100 കമ്പനി ഒരുമിച്ചല്ല, അവർക്ക് ഇഷ്ടമുള്ള 100 കമ്പനികളിൽ. അവരുടെ ഡ്യൂട്ടിയാണ് പിക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഒരാൾ പറയാം സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250, 100 തൊട്ട് 250. അതിനൊരു ഡെഫിനേഷൻ വെച്ചിട്ടുണ്ട്. 75% അവിടെ, 20% ഇവിടെ, അത് പല നിയമങ്ങളുണ്ട്. സ്മോൾ ക്യാപ്പ് എന്ന് വെച്ചാൽ 250 തൊട്ട് മേലോട്ടുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നുള്ളതാണ് ഫ്ലെക്സി ക്യാപ്പ്. അത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഒരു ഇതില്ല, മെത്തേഡ് ഇല്ല. അവർക്ക് ഈ പറയുന്ന ഏത് കമ്പനികളിലും വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ അലൗഡാണ്. അപ്പോൾ അതല്ലേ ഏറ്റവും നല്ലത്? അല്ല, അതിനത് നമ്മൾ അത് ചിലപ്പോൾ അവർ ചില ആളുകൾ കൊണ്ട് സ്മോൾ ക്യാപ്പിലിടും, അത് പാടില്ല. പിന്നുള്ള അടുത്താണ് മൾട്ടി ക്യാപ്പ്. മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലാർജ്, മിഡ്, സ്മോൾ 25 സെഗ്രിഗേറ്റ് ബാക്കിയുള്ള എവിടെ വേണം ഇടാം. ഇത് നമ്മൾ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഫുഡ് മെനു പോലെ, നിങ്ങൾക്ക് ബിരിയാണി വേണോ കിട്ടും, താലി മീൽസ് വേണോ അത് കിട്ടും. ഇങ്ങനെ ഓരോ കാറ്റഗറി നിങ്ങളുടെ ആവശ്യം എന്താണെന്നനുസരിച്ചുള്ള ഇടാം. ഇതാണ് ബേസിക്കായിട്ട് 5 പ്രോഡക്റ്റ്: ലാർജ്, മിഡ്, സ്മോൾ, ഫ്ലെക്സി, മൾട്ടി. പിന്നെ ചിലർ പറയാണ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പറഞ്ഞു എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ വളരാൻ സാധ്യതയുണ്ട്, ഹോസ്പിറ്റലിൽ കൂടുതൽ ഫാർമ സെക്ടർ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ചിലർ പറയുകയാണ് FMCG നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്യൂമർ ഗുഡ്, അപ്പോൾ അങ്ങനെ FMCG ഉപയോഗിക്കാം. ചിലപ്പോൾ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുകയാണ് IT-യുടെ സ്റ്റോക്കുകൾ മേളിൽ പോകാൻ ചാൻസ് എനിക്കറിയാം, അപ്പോൾ IT സ്റ്റോക്സിൽ മാത്രമാണ് IT ഫണ്ട്സ് ഉണ്ട്. ചിലർ പറയും ഞാൻ ബാങ്കിങ്ങിനെ കുറിച്ച് എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റാണ്, ഇന്ത്യയിലെ ബാങ്ക് ഒന്നും പൊട്ടിപ്പോയി, എല്ലാം വളരാൻ പോകണം, ബാങ്കിങ്ങിൽ മാത്രം ഇടാം. ഇതൊക്കെ റിസ്ക് കൂടുതലാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച്. ബേസിക്കലി ഫസ്റ്റ് പറഞ്ഞ 5 കാറ്റഗറിയിലാണ് സാധാരണ ആളുകളുള്ളത്. പിന്നെ പുതിയൊരു കാറ്റഗറി ഇപ്പോൾ വന്നിട്ടുണ്ട്, മൾട്ടി അസറ്റ് ഫണ്ട് എന്ന് പറയും. അത് ഞാൻ പറയുന്നത് കേരളത്തിലെ താലി മിൽസ് പോലെ. അതിനകത്ത് നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്ന ഷെയർ ഉണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഇൻ്റർനാഷണൽ ഇക്വിറ്റി ഉള്ളതുണ്ട്. ഇൻ്റർനാഷണൽ യൂഎസിൽ വലിയ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു താലി മിൽസിൻ്റെ സ്വഭാവമാണ്. എല്ലാം ഉണ്ട്. ഓൾ എഗ് ഇൻ ബാസ്ക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, പക്ഷേ പല എഗ്സുകൾ ഇതിനകത്തുണ്ട്, പൊട്ടിപ്പോകത്തില്ല. അങ്ങനെ ഇടുന്നവരും ഉണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ അശ്വിൻ്റെ ഏജിന് വേണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള അശ്വിൻ 25 വയസ്സല്ലേ ഉള്ളൂ, കുറച്ച് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അശ്വിൻ ആ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സെയിം ടൈം അശ്വിൻ്റെ ഫാദർ വരികയാണ്, അപ്പോൾ ഞങ്ങൾ പറയും യു ആർ ഓൾറെഡി 60, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്, യു ഗോ ഫോർ ലാർജ് ക്യാപ് ഫണ്ട്. അത് ഓരോരുത്തരുടെയും ഏജ് അനുസരിച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. അവസ്ഥ ചെക്ക് ചെയ്തിരുന്നു. അല്ലാതെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, നമ്മൾ കേരളത്തിൽ ഇരിക്കുന്നുള്ളതാണ് പറയുന്നത്, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് സ്കീമിൽ റിട്ടേൺ കൂടുതൽ കിട്ടുന്ന അതിൻ്റെ പുറകെ ഓടുക. ഞങ്ങൾക്ക് പോലും ഒരു വിലയില്ല, പറ്റിയാൽ പറ്റത്തില്ല, എനിക്കത് മതി. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഇനിയിപ്പോൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അതെല്ലാം തലയും കുത്തി താഴെ വീണു. യുദ്ധമല്ല, ഒരു സ്മോൾ, ഇപ്പം നമ്മളൊരു ഫ്ലാറ്റ് മേടിക്കാൻ പോവാ,
നമ്മൾ വലിയ ബിൽഡറല്ലേ നോക്കുന്നത്, അവർ പൊട്ടിപ്പോവുകയല്ലെന്ന് ഓർത്തു. അതുപോലെ ചെറിയ ബിൽഡർക്ക് എന്തെങ്കിലും പറ്റി നമ്മുടെ പൈസ പോകും. ട്രസ്റ്റ് എന്നുള്ള ട്രസ്റ്റ് ചിലപ്പോൾ വില കുറച്ച് കിട്ടും. ആ ഒരു ട്രസ്റ്റ് അല്ല, കമ്പനികൾ വലിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ചിലപ്പം ചില സ്മോൾ ബിൽഡേഴ്സ് ഉണ്ട്, അവർ ചിലപ്പോൾ ചീപ്പ് റേറ്റ് തന്നെ ചിലപ്പോൾ നല്ല സക്സസ്ഫുൾ ആയിരിക്കും, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആവുക. പക്ഷെ അവർ ചെറിയ ബിൽഡേഴ്സ് ആകുമ്പോൾ അവർക്ക് ഗ്രോ ചെയ്യണം എന്നുള്ളൊരു ടെംപ്ടേഷൻ ഉണ്ട്. അവർ ഓട്ടോമാറ്റിക്കലി നല്ല സാധനം ഡിസ്കൗണ്ട് തരും. പക്ഷെ അങ്ങനെ 10-ൽ 2 ചിലപ്പോൾ പോകാനും ചാൻസ് ഉണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള അവരെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 100 ബിൽഡർ ഉണ്ടെങ്കിൽ 2 ബിൽഡർ ചിലപ്പോൾ ഫെയിൽ ആകാം. അങ്ങനെയുള്ള ആ ഒരു എക്സാമ്പിൾ പോലെ തന്നെയാണ്. ചിലപ്പോൾ അവർ പ്രൈസ് കുറച്ച് തന്നേക്കാം. അതിനർത്ഥം എല്ലാവരും പൊട്ടിപ്പോകുന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളത് എപ്പോഴും ഒരു കൺസൾട്ടൻറ്റുമായിട്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഇഷ്ടം പോലെ കൺസൾട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് റിയൽ തിയറി ഒരു കൺസൾട്ടൻ്റാണ്, അവരുടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ എല്ലാ ബിൽഡറിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തരും. എന്തുകൊണ്ടാണ് ആളുകൾ അവിടെ പോകുന്നത്? നമുക്ക് ഒരാളെ അല്ല, ട്രസ്റ്റ് മാത്രമല്ല, നമുക്കൊരു ബിൽഡർ എടുക്കാൻ പോയി ആ ബിൽഡർ കാര്യം മാത്രമേ പറയുള്ളൂ. നിങ്ങളുടെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരെന്നാ പറയുന്നത്? എല്ലാ കമ്പനിയും സാറേ ഇതിനിതുണ്ട്, ഇതിന്റെ വാസ്തു ഇതാ, ഇതിന്റെ വാസ്തു ഇതാ, പല ഓപ്ഷൻ. അപ്പം നമ്മുടെ കൺഫ്യൂഷൻ മാറ്റിയിട്ട് അപ്പോൾ പറയും സാറേ ഇതാണ് കുറച്ചുകൂടെ വൈബിൾ, ഇന്ന റീസൺ കൊണ്ട് ഇതാണ് നല്ലത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഈ റിയൽ എസ്റ്റേറ്റിലും ഉണ്ട്, ഫൈനാൻഷ്യൽ സർവീസിലും ഉണ്ട്, ഫാർമസ്യൂട്ടിക്കലുണ്ട്, നമ്മുടെ ഹെൽത്തിലും ഉണ്ട്. എത്ര ഹോസ്പിറ്റലുണ്ട്? എന്തുകൊണ്ട് അപ്പോൾ ഒറ്റ ഹോസ്പിറ്റലിൽ പോലെ എന്തിനാ ഒത്തിരി ഹോസ്പിറ്റൽ? ഓരോ സെഗ്മെൻറ്റിൽ ഓരോരുത്തരുണ്ട്. അവിടെ പോയിട്ട് നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഒറ്റ മന്ത്രമേ ഉള്ളൂ അശ്വിനെ, നമ്മൾ ഒരു മാസം 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ഒരു മാസം 1 മണിക്കൂർ നിങ്ങൾ ആ 1 മണിക്കൂർ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് കൊടുക്കുക. അത് വീട്ടിൽ വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ അയാളുടെ ഓഫീസിൽ പോവുക, അയാളുടെ ഇവിടെ മുഖത്ത് നോക്കി അയാളുടെ ടീമൊക്കെ എത്രയാണെന്ന് നോക്കി എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാം ഓൺലൈനിൽ ചെയ്യുക. പക്ഷേ അല്ലി കൺസൾട്ട് വയ്ക്കുക. നിങ്ങളുടെ ഓരോ ചിലപ്പോൾ റീറ്റെയിൽ ക്ലയൻ്റാണ്, വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരെ മീറ്റ് ചെയ്യുക. HNI എന്ന് പറഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ക്ലയൻസ് ആണ്, 3 മാസത്തിലൊരിക്കൽ എപ്പോഴും റാപ്പോ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാതെ നിങ്ങൾ ഈ ആകാശത്തിരുന്നതും മേളിലോട്ട് വെടി വെക്കുന്ന പോലെ അല്ല ഈ സംഭവം എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്ന സംഭവമാണ്, ഫിനാൻസാണ്.